വയനാട് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ഈ വർഷം ജൂൺ 1 പെരിക്കലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടത്തുന്നത്. പ്രസ്തുത പരിപാടിയുടെ മുന്നോടിയായി സ്കൂൾ തല ക്ലീനിങ്ങും കാട് വെട്ടിത്തെളിക്കുന്ന പ്രവൃത്തിയും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ കമ്പുകൾ മുറിച്ചു മാറ്റിയും മറ്റുമുള്ള ശുചീകരണ പ്രവൃത്തികൾ പെരിക്കല്ലൂർ പൗരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തി. ഗിരീഷ് കുമാർ ജി പൗരസമിതി പ്രസിഡന്റ്, ജോഷി ജോൺ പൗരസമിതി സെക്രട്ടറി, ഡാമിൻ ജോസഫ് പൗരസമിതി ട്രഷറർ, ജിഷ സെബാസ്റ്റ്യൻ 2ാം വാർഡ് മെമ്പർ, റസാഖ് പി കെ, ബിജു ജോസഫ്, കിഷോർ ലൂയിസ്, ബിനീഷ് KR, ബിനീഷ് ബേബി, സന്തോഷ് AJ, ഷാജി ജോസഫ്, ബിനിൽ ബാബു, ബിന്നി MJ, റഷീദ് PK, പെരിക്കലൂർ പൗരസമിതി പ്രവർത്തകരും PTA-യും വിനുരാജ് PK, പ്രിൻസിപ്പാൾ GHSS സുരേന്ദ്രൻ KR, ജോബിൻ ജേക്കബ്, ലിയോ ദേവസ്യാം, അനൂപ് CK, മത്തായി PT, പ്രഭാവതി PT, സംഗീത VV എന്നീ അധ്യാപകരും ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി. പെരിക്കല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രവേശനോത്സവം ജില്ലാതലത്തിൽ ഇന്ന് നമ്മൾ ജൂൺ 1 പെരിക്കല്ലൂർ സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് പെരിക്കല്ലൂർ സ്കൂളിലെ ക്ലീനിങ്ങും അതുപോലെ തന്നെ അപകടകരമായ മരങ്ങളും എല്ലാം മുറിച്ചു നീക്കുക എന്നൊരു ദൗത്യമാണ് ഇന്ന് പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്നത്. പൗരസമിതിയുടെ 20ഓളം പ്രവർത്തകരും ഒപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകരടക്കമുള്ള ആളുകൾ ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവരും കൂട്ടായ ഒരു പ്രയത്നം രാവിലെ 9 മണി തൊട്ട് ആരംഭിച്ചിരിക്കുന്നു. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2-2:30 കൂടി നമുക്കിത് തീരുള്ളെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇനിയും ധാരാളം പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. ധാരാളം മരങ്ങൾ അപകടകരമായ രീതിയിൽ നമുക്ക് ഇവിടെ ഉണ്ട്. അതെല്ലാം അപകടങ്ങൾ ഒഴിവാക്കുന്ന രീതിയിൽ മുറിച്ചു നീക്കുന്ന ദൗത്യമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പൗരസമിതിയുടെ സെക്രട്ടറി ജോഷി ജോൺ, ട്രഷറർ ഡാമിൻ ജോസഫ് അടക്കമുള്ള പൗരസമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, നമ്മുടെ പ്രിൻസിപ്പാൾ വിൻരാജ് സാർ അടക്കമുള്ള അധ്യാപകർ എല്ലാവരും സന്നിഹിതരായിട്ടുണ്ട്. ഇത് കൂടാതെ താഴെ ഹൈസ്കൂൾ വിങ്ങിലും നമ്മൾ കൃത്യമായ പ്രവർത്തനങ്ങളും ക്ലീനിങ് അടക്കമുള്ള പൊതുപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയും പൗരസമിതിയുടെ അംഗങ്ങൾ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാം ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇന്നിവിടെ നടത്തിയിരിക്കുന്നത്. എല്ലാവരും ഈ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ പൗരസമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. വയനാട് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവത്തിന് മുന്നൊരുക്കമായി ഇവിടെ നടത്തപ്പെടുന്ന പ്രവൃത്തിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും മുൻകൈ എടുക്കുന്നത് നമ്മുടെ പെരിക്കല്ലൂർ പൗരസമിതിയാണ്. എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒത്തിരി പുരോഗതി പ്രവർത്തനങ്ങൾ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കും. പെരിക്കല്ലൂരിൽ സ്കൂൾ പ്രവേശനോത്സവത്തോട് അനുബന്ധിച്ച് ഇവിടെ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി പെരിക്കല്ലൂർ പൗരസമിതി അംഗങ്ങൾ നല്ല വൃത്തിയായി ചെയ്തു. എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. 2026-27 അധ്യയന വർഷത്തെ വയനാട് ജില്ലാതല പ്രവേശനോത്സവം ഇത്തവണ പെരിക്കല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുവാൻ തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അതിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാലയത്തിൻ്റെ പരിസര പ്രദേശങ്ങളും വിദ്യാലയത്തിൻ്റെ പ്രദേശങ്ങളും അധ്യാപകരും PTA SMC MPT കമ്മിറ്റി അംഗങ്ങളും അതുപോലെ പെരിക്കല്ലൂർ പൗരസമിതിയും ചേർന്ന് ശുചിയാക്കി കോമ്പൗണ്ട് ഏറ്റവും മനോഹരമായി വിദ്യാർത്ഥികൾക്ക് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഒരുക്കുകയാണ്. ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കുചേർന്നിട്ടുള്ള മുഴുവൻ വ്യക്തികളെയും പ്രത്യേകിച്ച് പെരിക്കല്ലൂർ പൗരസമിതിയെ സ്കൂളിൻ്റെ പേരിലുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. 19-ാം തീയതി രാവിലെ 9 മണി മുതൽ ആരംഭിച്ച പ്രവൃത്തി വൈകുന്നേരം വരെ നടന്നു. സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം വളരെ മനോഹരമാക്കി വൃത്തിയാക്കി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. മെയ് 19 നടത്തിയിട്ടുള്ള ഈ ശുചീകരണ പ്രവൃത്തിയിൽ വിദ്യാലയത്തിലെ അധ്യാപകരും PTA കമ്മിറ്റി അംഗങ്ങളും സർവോപരി പെരിക്കല്ലൂർ പൗരസമിതിയും ഏറ്റവും നന്നായി പങ്കെടുത്തു. വിദ്യാലയത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളും ഏറ്റവും നല്ല രീതിയിൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയതിൽ ഏറെ അഭിനന്ദനം അറിയിക്കുകയാണ്. പെരിക്കല്ലൂർ പൗരസമിതിയെ വിദ്യാലയത്തിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് അഭിനന്ദനം അറിയിക്കുന്നു.